ശ്രീകുട്ടനെ സ്കേറ്റിൻ്റെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോകുമ്പോഴും പിന്നെ ജിമ്മിലേക്ക് പോകുമ്പോഴാണ് പൊതുവെ ഞാൻ പുറത്തിറങ്ങുന്നത്. അപ്പോൾ ജിമ്മിലേക്ക് എന്തായാലും ജിം വെയർ ഉണ്ടല്ലോ. പിന്നെ പുറത്തേക്ക് പോകുന്നത് സ്കേറ്റിങ്ങിനാണ്. അപ്പോൾ സ്കേറ്റിങ്ങിന് പോകുമ്പോൾ ഇതിന് നന്നായിട്ട് ഒരുങ്ങി പോകാമെന്ന് വിചാരിച്ചു. ഇന്ന് നമ്മൾ ലിബാസിൻ്റെ ഒരു ഇന്നർ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ഡ്രസ്സും അതോടൊപ്പം തന്നെ ഒരു ഷ്രഗാണ് ഇടുന്നത് കേട്ടോ. രണ്ടും സെപ്പറേറ്റ് മേടിച്ചതാണ്. കഴിഞ്ഞ ദിവസം സ്റ്റേറ്റ് ലെവൽ സ്കേറ്റിംഗ് മത്സരത്തിൽ വിജയികളായവരാണ് അവരൊക്കെ കേട്ടോ. പഴക്കെ ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഓരോ വർഷം തുടങ്ങുമ്പോഴും നമ്മൾ റെസൊല്യൂഷൻസ് എടുക്കുമല്ലോ. ഒരു റെസൊല്യൂഷനും എൻ്റെ ഇങ്ങനെ സഫലമാകാറില്ല. എങ്കിൽ ഇക്കൊല്ലം എന്തായാലും ഒന്ന് കാർ ഓടിപ്പിക്കാൻ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും ടൂ വീലർ നമ്മുടെ കയ്യിൽ ഒതുങ്ങിയല്ലോ. അങ്ങനെ നമ്മൾ ശ്രീകുട്ടനെ സ്കേറ്റിംഗ് ക്ലാസ്സിലാക്കിയിട്ട് ഞാൻ പതുക്കെ സ്റ്റുഡിയോയിലേക്ക് വിട്ടു കേട്ടോ. ഞങ്ങളെല്ലാവരും അവിടെ ഒന്ന് പറതാന്ന് വിചാരിച്ചു. നമ്മുടെ സ്കേറ്റിംഗ് ക്ലാസ്സിൻ്റെ ചുറ്റായിട്ട് ഒരു 2-3-4 സ്റ്റുഡിയോ ഉണ്ട്. അതിൽ സ്വെറ്റർ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ഒരു സ്വെറ്റർ അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ കുട്ടികളുടെ സെക്ഷനിൽ കയറിയിട്ട് 7 തൊട്ട് 9 വയസ്സ് വരെയുള്ള കുട്ടികളുടെയും 9 തൊട്ട് 10 വയസ്സ് വരെയുള്ള കുട്ടികളുടെയും ഒരു സ്വെറ്റർ എടുത്തിട്ട് ഇങ്ങോട്ട് പോന്നു കേട്ടോ. ഈ പിങ്ക് കുറച്ച് ഡാമേജ് ആയിരുന്നു. പിന്നെ ഈ കാണുന്ന ഏഷാണ് ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ സ്കേർട്ട് നമ്മൾ മിന്ത്രയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഭയങ്കര വില കുറവാണ് സ്കേർട്ടിന്. ജിമ്മിന് പോകുമ്പോഴും അതുപോലെ തന്നെ സിനിമയ്ക്ക് പോകുമ്പോഴും എനിക്ക് സ്വെറ്റർ അത്യാവശ്യമാണ് കേട്ടോ. കാരണം ഞാൻ ഒട്ടും തണുപ്പ് സഹിക്കാത്ത ഒരാളാണ്. അതുമാത്രമല്ല ഇത് ഈ സ്കേർട്ടിൻ്റെ മുകളിലും പിന്നെ ജീൻസിൻ്റെ മുകളിലും ടോപ്പായിട്ട് യൂസ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് നമ്മളിത് മേടിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും നല്ല ചൂട് തരുന്ന ആ ഒരു വുള്ളൻ്റെ ഒരു ടോപ്പില്ലേ, കൈൻഡ് ഓഫ് തുണിയില്ലേ, അതാണ് അതിൽ വരുന്നത്. ഇത് കുറച്ച് വെൽവെറ്റി ടൈപ്പായിട്ടാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ പിങ്കാണ് എനിക്ക് ഇഷ്ടമായത്. പക്ഷേ പിങ്ക് എനിക്ക് പാകാവണില്ല എന്ന് മാത്രമല്ല ചെറിയ ഡാമേജും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇത് വെച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ആ സ്കേർട്ട് നന്നായിട്ട് ചേരുന്നുണ്ടല്ലേ. ഈ ഹൈറ്റ് ഇല്ലാത്ത കാരണം കൊണ്ടേ നമ്മൾ സ്കേർട്ട് ഇടുമ്പോൾ കുഞ്ഞു കുട്ടിയായ പോലെ ഫീൽ ചെയ്യും. മുതുക്കിയായിട്ടും കുഞ്ഞു കുട്ടികളുടെ പോലെ തോന്നിക്കുക എന്നുള്ളത് ഒരു ഭാഗ്യമുള്ള കാര്യമല്ലേ. എന്തായാലും നമുക്ക് ഈ ഒരു ഡെനിം വെച്ച് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇത് കോട്ടിയുടെ വളരെ വില കുറവിലുള്ള മിന്ത്രയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഡെനിമാണ്. സ്കേർട്ട് തന്നെയാണ്. രണ്ടും നമ്മൾ മിന്ത്രയിൽ നിന്ന് മേടിച്ചിട്ടുള്ള സ്കേർട്ടാണ്. നിങ്ങൾക്ക് ഇങ്ങനെ സ്കേർട്ടും ടോപ്പും ഇടാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്തോളൂ കേട്ടോ. നല്ല അഫോർഡബിൾ ആണ്. ആദ്യം നമ്മളിട്ട ലിബാസിൻ്റെ ഡ്രസ്സും ഷ്രഗും അതോടൊപ്പം തന്നെ ഈ 2 സ്കേർട്ടും ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. ടോപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റുഡിയോയിൽ പോകേണ്ടി വരും. ഇതുപോലത്തെ ഐറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മിന്ത്രയിൽ നിന്ന് ടാഗ് ചെയ്യാം കേട്ടോ.